നമുക്ക് ഭയമുള്ളിൽ നിൽക്കുമ്പോൾ നോക്കുവാണെങ്കിൽ ശിവതാര രക്ഷയാന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പേര് വിളിക്കുന്നുണ്ട്. എന്റെ നീ ഇന്റർനെറ്റ് ചോദിച്ചത് എനിക്ക് വട്ടുണ്ടോ? അല്ല, യക്ഷി ഉണ്ടോ? യക്ഷിയൊക്കെ ഉണ്ട്. നീ ചുമ്മാ വിഷയത്തിൽ നിന്ന് മാറാതെ. ഇന്ന് ഓട്ടോമാറ്റിക് വണ്ടികൾ വന്നതിന് ശേഷം സുമതിക്ക് ഇതുവരെ വണ്ടി ഓഫാക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരു പ്രത്യേക തരം യക്ഷിയുടെ ഒരു കഥയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹോസ്റ്റലിലെ പെൺകുട്ടികളോട് എന്റെ അന്വേഷണം എന്ന് പറയണേ. അന്നോക്കെ ചേച്ചിമാരോട്. എനിക്ക് ആദ്യമേ നീ രഞ്ജിനി ഹരിദാസും റിമി ടോമിയുള്ള സംഗ്രഹം ഇഷ്ടമായി. അപ്പം നമ്മളെ കളിയാക്കിയല്ല കേട്ടോ, നല്ല രസം, നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് അമൃത ക്യാമ്പസിലേക്ക് വരാൻ കഴിഞ്ഞാൽ. ഞാൻ ഒരുപാട് വരാൻ ആഗ്രഹിച്ച ഒരു ക്യാമ്പസ്. മാളികപ്പുറത്തിന്റെ സമയത്ത് വരണമെന്ന് ആഗ്രഹിച്ച് അന്ന് സംഭവിച്ചില്ല. വീണ്ടും അതേ ടീം ഒന്നിക്കുമ്പോൾ ആ സിനിമയുമായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു. മോളെ വെറുതെ പറഞ്ഞതാ. ഇതിന് റിമി ടോമിയും രഞ്ജിനിയൊക്കെ അറിഞ്ഞിട്ട് വേണം എന്നെ പ്രശ്നം ഉണ്ടാക്കി ചുമ്മാ. അപ്പം നിന്റെ ഹലോ കേസ് എനിക്ക് ഇഷ്ടമായി. അമ്മയുടെ നോട്ടം കറക്റ്റ് ആണ്. ഞാൻ അമ്മയുടെ ഫോട്ടോയിലൊക്കെ നോക്കിയത്. അത് ഹലോ കേസ് അമ്മ ഒരു നോട്ടം ഞാൻ നോക്കി. എന്തൊക്കെ കാണണം ദൈവമേ. അതെ 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 അതെ. ഇതിവിടെ പഠിക്കുന്ന കഴിഞ്ഞില്ല. അതുവരെയല്ലേ ഉള്ളു ഇവിടെ, കഴിഞ്ഞില്ല. ശരിക്കും ഇതുപോലെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ വേണം. എനിക്ക് ഇഷ്ടമാണ് ഇതുപോലെ ഒരു അനിയത്തി എനിക്കുണ്ടാകുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനമ്മയ്ക്ക് അങ്ങനെ ഒരു പണി കിട്ടണമായിരുന്നു വീട്ടില്. അപ്പം ഒരുപാട് സന്തോഷം. ഞങ്ങൾ ആക്ച്വലി വരാൻ പറഞ്ഞ സമയത്തേക്കാളും കുറച്ച് വൈകി. പക്ഷെ എങ്കിലും നിങ്ങൾ എല്ലാവരും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിൽ വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ അമൃത എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ 7000 സ്റ്റുഡൻസോളം പഠിക്കുന്ന ഒരു വലിയ ക്യാമ്പസാണെന്ന് അറിഞ്ഞു. ഈ ഒരു ഏരിയയിൽ പണം ഹിറ്റാവാൻ നിങ്ങൾ മാത്രം മതി. അപ്പം ഞങ്ങൾ മാളികപ്പുറം കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പം മാളികപ്പുറത്തിന്റെ ഡയറക്ടറായിരുന്നു വിഷ്ണുവാണ് ഡയറക്റ്റ് ചെയ്തത്. അത് ഞാനാണ് എഴുതിയത്. ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും മാളികപ്പുറം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അതിനേക്കാൾ മുകളിൽ ഒരു വിഷ്വൽ ട്രീറ്റും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാക്കി മാറ്റണമെന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഏകദേശം 1.5-2 വർഷത്തോളം എടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് സുമതി വളവ് എന്ന് ചോദിച്ചാൽ, സുമതി വളവ് എന്നുള്ള പേര് മുന്നേ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ട്രിവാൻഡ്രത്തുകാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ. മോള് ട്രിവാൻഡ്രാണോ? ആലപ്പുഴയോ? രാഹുലെ, ഞങ്ങളുടെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് ആലപ്പുഴക്കാർ. അവൻ അറിയാത്ത ഒരു പെൺകുട്ടികളും ഇല്ല ഇവിടെ. ഞാൻ മുന്നേ അറിയാണോ നിനക്ക്? സുമതിവളം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരത്ത് പാലോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ രസകരമായ ഒരു സ്ഥലമാണ്. കാരണം രാത്രികളിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവിടെ സുമതി എന്ന് പറയുന്ന യക്ഷിയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൂടെ കേട്ടിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അതിനെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ പണ്ട് മുതലേ ഇതൊരു സിനിമയായി കാണണം, അല്ലെങ്കിൽ ഒരു സിനിമയായി തിയേറ്ററിൽ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ട് എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നിയപ്പോഴാണ് 2019 ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഐഡിയ ഒന്ന് വിഷ്ണുവുമായിട്ട് ഞാൻ സംസാരിക്കുന്നതും വിഷ്ണുവിനും അത് ഇഷ്ടപ്പെടുന്നു. ഞങ്ങളത് ചെയ്യാൻ തീരുമാനിക്കുന്നു. കാരണം അന്ന് ആഗ്രഹങ്ങൾക്ക് ഒരു കുറവില്ല. ഞാനും അവന് സിനിമ ചെയ്തിട്ടില്ല. ഞങ്ങൾ വലിയ വലിയ സിനിമകൾ ഇങ്ങനെ ആഗ്രഹിക്കും. അന്ന് ഞങ്ങളെ പോലെ തന്നെ സിനിമയിൽ തുടങ്ങി കുറച്ച് സിനിമകളൊക്കെ ചെയ്ത ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു സമയമായിരുന്നു അർജുന അശോകന്റെ. അന്ന് അർജുനോട് ഞങ്ങൾ കഥ പറയുന്നു. അർജുനും ഇഷ്ടപ്പെടുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഒരു പ്രൊഡ്യൂസറും ഇല്ലായിരുന്നു. ഞങ്ങൾ ഈ കഥ പറയുമ്പോൾ പല പ്രൊഡ്യൂസേഴ്സും അയ്യോ നിങ്ങൾ പുതിയ ആളുകളാണല്ലോ, നിങ്ങൾ വെച്ച് എങ്ങനെ ഈ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നീണ്ടു പോയി. പിന്നീട് 2022 ഞങ്ങൾ മാളികപ്പുറം ചെയ്യുന്നു. ദൈവാനുഗ്രഹം കൊണ്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടും അതൊരു വലിയ വിജയമായപ്പം അന്ന് ചിലപ്പം ഒരു 4-5 കോടി രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു കഥ പിന്നീട് ഞങ്ങൾ എഴുതി വന്ന് അതൊരു വലിയ സിനിമയാക്കി മാറ്റി. ഇന്നൊരു 15 കോടി രൂപയോളം മുതൽ മുടക്കിൽ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസർ എത്തുകയും ഇന്ന് ആ സിനിമ 3 ദിവസങ്ങൾക്കപ്പുറം അത് തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും അതൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച്. അതിനേക്കാൾ ഉപരി ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം. അപ്പം അതിന് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെയും വിഷ്ണുവിൻ്റെ ഒപ്പം കൂടെ നിന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളി കുന്നംപുറത്ത്, അതേപോലെ ഗോകുലൻ സാറ്, ഗോകുലം ഗ്രൂപ്പ്, അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ പടം ഒരു വലിയ പടമായി. പിന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റ് ആങ്കർ എന്ന് പറയുന്നത് ഏകദേശം 40ഓളം വരുന്ന മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ ഇവർ ഇത്രയും പേരോട് എത്തിയിട്ടുണ്ട്. അർജുൻ ഇന്ന് ഷൂട്ടോടാണ് എത്താൻ കഴിയാതെ പോയത്.
ഞങ്ങളെക്കാൾ മുന്നേ പുറപ്പെട്ട ബാലുവും ബോബിച്ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ ഓൺ ദ വേ ആണ്, അവരിവിടെ എത്തും. ഇനി ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഞങ്ങളൊക്കെ മുന്നേ പുറപ്പെട്ടായിരുന്നു മീഡിയയും. ഞങ്ങൾ വന്നിട്ടാണ് അവരും വന്നത്. ഇത് ഏത് വഴിക്കാണ് വന്നത് മനസ്സിലായില്ല. അപ്പം ബാലു ഉടനെ ഇവിടെ എത്തും. അപ്പൊ അതുവരെ നിങ്ങളെ ഇങ്ങനെ സംസാരിച്ച് കുറച്ചു നേരം ഒന്ന് നീട്ടിക്കൊണ്ട് പോകണമെന്ന് ബാലു പറഞ്ഞു. അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കണം. ഞങ്ങൾ എല്ലാവരും 2 വാക്കല്ല, ഒരു 4-5 വാക്ക് സംസാരിച്ചോളാം. ശ്രീപദനൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന്, പ്രത്യേകിച്ച് അവനിവിടെ ആരെയൊക്കെയോ അറിഞ്ഞു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെയൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കും. പിന്നെ അപ്പൊ സുമതി വളവിലേക്ക് വരുമ്പോൾ അതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അർജുനും ബാലു, ഗൂഗിൾ സുരേഷ്, സിദ്ധാർത്ഥ് ഭരതൻ, അതേപോലെ ശ്രാവൺ മുകേഷ്, പിന്നെ ഇരിക്കുന്ന ഇത്രയും പെൺകുട്ടികൾ, അതിനേക്കാൾ ഉപരി ഇനിയും ഒരു 4-5 പെൺകുട്ടികൾ വേറെ ഉണ്ട്. അപ്പൊ ഇതിൽ ആരാണ് സുമതി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രൂപം വെച്ചും സ്വഭാവം വെച്ചും നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ. ബാക്കി തിയേറ്ററിൽ വെച്ചിട്ട് നമുക്ക് കാണാം. ഞാൻ വെറുതെ ചോദിക്കുന്നത്, ഇപ്പൊ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇതിൽ ആരായിരിക്കും എന്ന് വെറുതെ ഗസ് ചെയ്യോ? ഇന്നലെ ബാക്കിയുള്ളവരൊക്കെ ഉള്ള ഡ്രസ്സായിരുന്നു. എന്തേ പറഞ്ഞു? ശിവതയാണോ? എനിക്കറിയില്ല. ഞങ്ങൾ തന്നെ പലപ്പോഴും അങ്ങോട്ട് ചോദിക്കാറുണ്ട്, ഞാനും വിഷ്ണുവും കൂടി, ഇത് ആരാണ് സുമതി എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം ഇപ്പം ഇവിടെ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊമോഷനേക്കാൾ ഉപരി ഈ സിനിമ എന്താന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പം ഇവിടെ വന്ന് എത്രത്തോളം മാക്സിമം തള്ളി മറിക്കാമോ അത്രത്തോളം തള്ളി മറിക്കുക എന്നുള്ളൊരു ജോലിയും കൊണ്ട് വന്നുകൊണ്ട് തന്നെ അധികമായി ഒന്നും തള്ളുന്നില്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, മാളികപ്പുറം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മാളികപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മാളികപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുമതിയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ആ ഉറപ്പ് ഒരു എഴുത്തുകാരൻ ഗതി ഞാൻ പറഞ്ഞു. കാരണം മാളികപ്പുറം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ഞങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്തത് ആ സമയത്ത് ഞാനും വിഷ്ണുവും ഞങ്ങളുടെ പുതിയ സംവിധായകനും പുതിയ എഴുത്തുകാരനും ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഒതുക്കിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ ലോകം ഏറ്റെടുത്തപ്പോൾ അതൊരു വലിയ സിനിമയായി മാറി. പക്ഷെ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സിനിമയായിരുന്നു. ഇന്ന് മാളികപ്പുറത്തിന് ശേഷം സുമതി ആയപ്പോൾ അതൊരു വലിയ പടം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിനേക്കാൾ പേടിയാണ്. കാരണം വെച്ചാൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പം ഇതുപോലുള്ള സിനിമകൾ വിജയിച്ചാൽ മാത്രമേ നാളെ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളോട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ പഠിത്തം മാത്രമല്ല സിനിമാക്കാരെയൊക്കെ കാണണമെങ്കിൽ നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ് ഈ പടം വന്ന് കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അമൃതയിൽ എനിക്കറിയാം നല്ല പഠിപ്പീരാന്നറിയാം. അത് അല്ല കളിയാക്കി പറഞ്ഞതല്ല, സീരിയസ്ലി. എനിക്ക് നിങ്ങളുടെ അമൃത കൊച്ചിയിലുള്ള കോളേജ് ഞാൻ പോയിട്ടുണ്ട്. അപ്പം നല്ല ക്യാമ്പസാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ക്യാമ്പസുകളൊന്നാണ് ഇവിടുത്തെ വള്ളിക്കാവിലെ ക്യാമ്പസ്. അപ്പോൾ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞ നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ആ ക്യാമ്പസിൽ വന്ന് ഇത്രയും സുന്ദരിമാരെയും സുന്ദരന്മാരെയും ഒക്കെ ഞങ്ങൾ വന്ന് കണ്ട് ഞങ്ങളുടെ സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അടുത്തുള്ള തിയേറ്റർ ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സാറന്മാരോട് ചോദിച്ചു. അപ്പോൾ ഹരിപ്പാടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. വലിയ കാര്യത്തിൽ പറഞ്ഞു തന്നു കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞു. അപ്പോൾ കരുനാഗപ്പള്ളി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ കുട്ടികൾക്ക് ഓഗസ്റ്റ് 1-ാം തീയതി കഴിവതും സിനിമ കാണാനുള്ളൊരു അവസരം ചെയ്തു കൊടുക്കണം കേട്ടോ. ഇനി സപ്പോസ് കോളേജിന്റെ ഭാഗത്തും നിങ്ങൾക്ക് ആ സപ്പോർട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റ് തരാം, വന്ന് കാണണം കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയും പേര് ഇപ്പൊ ഈ ഇരിക്കുന്ന കണ്ട സത്യം പറഞ്ഞ ഒരു തിയേറ്ററിലെ ഹൗസ്ഫുൾ ഷോയ്ക്ക് ഇരിക്കുന്നവരുണ്ട്. സ്ക്രീനിന്റെ അവിടെ നിന്ന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്. അപ്പം ഇത് കണ്ടപ്പം പെട്ടെന്ന് ആലോചിച്ച് പോയത് കരുനാഗപ്പള്ളിയിലെ ആ തിയേറ്ററിൽ നിങ്ങൾ ഹൗസ്ഫുൾ ആയിട്ട് ഇന്ന് പടം കാണുന്നതാണ്. സാറും പോകണം കേട്ടോ. സാറുമാർക്കൊക്കെ കാണാൻ പറ്റുന്ന നല്ല സിനിമ. ടീച്ചറെ TKM-ലൊക്കെ ഉണ്ടായിരുന്നല്ലേ, എനിക്കറിയാം. ടീച്ചറും പോകണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ സിനിമ കാണാൻ എല്ലാവരും വരണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-85 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിൽ തന്നെ ഒരു 40-45 ദിവസം കാട്ടിലായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, പലരും രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിനെങ്ങനെ എനിക്കറിയില്ല. അത്രയും ഹെവി റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്ത സീക്വൻസ് ഉള്ള ഈ പടത്തിലുണ്ട്. വിഷ്വലി ഇതൊരു വേറൊരു വേൾഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സിനിമയാണ്. സുമതി വളവ് എന്ന് പറയുന്ന രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പാലോടുള്ള സുമതി വളവിന്റെ എസൻസ് എടുത്തിട്ട് അതൊരു പുതിയ കഥയിലേക്ക് പ്ലേസ് ചെയ്തതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന സുമതി. ഒരിക്കലും യഥാർത്ഥ സുമതി വളവിന്റെ കഥയല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ആ ഇൻസിഡന്റോ കഥയല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ വളവിൽ നടന്ന കുറെ റിയൽ ഇൻസിഡൻസിന്റെ എസൻസ് എടുത്തിട്ട് ഞങ്ങളൊരു പുതിയ കഥ ഉണ്ടാക്കി അതിലേക്ക് പ്ലേസ് ചെയ്തു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ്. ഒരിക്കലും അതൊരു OTT പ്ലാറ്റ്ഫോമിൽ മൊബൈൽ ഫോണിൽ കാണേണ്ട സിനിമയല്ല. തിയേറ്റർ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ OTT കണ്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. അപ്പോഴേ ആ എക്സ്പീരിയൻസ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് സിനിമ തിയേറ്ററിൽ കാണേണ്ടതെന്നുള്ളതിന്റെ കാരണം മനസ്സിലാവുന്നത്. ഇതിന്റെ ഇന്റർവൽ ബ്ലോക്കിൽ ഒരു 15 മിനിറ്റ് നേരം വിഷ്ണു ഒരു 15 മിനിറ്റ് സീക്വൻസ്
ശരിക്കും ഒരു 360 എക്സ്പീരിയൻസ് ഓഡിയോഗ്രഫിയിലായാലും വിഷ്വലി ആണെങ്കിലും 360 എക്സ്പീരിയൻസ് ചെയ്ത് തിയേറ്ററിലേക്കുന്ന പ്രേക്ഷകരെ രാത്രിയിൽ ഒരു 12 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കോ ആ വളവിൽ കൊണ്ട് നിർത്തുന്ന ഫീലിങ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അത് സിനിമയുടെ ഔട്ട് ഞാൻ കണ്ടു, ഫൈനൽ ഔട്ട് കണ്ടു. അപ്പം അത്രയും ഗംഭീരമായിട്ട് അത് ഫീൽ ചെയ്തു. അപ്പം തീർച്ചയായിട്ടും വരില്ല നിങ്ങൾ 1-ാം തീയതി? അന്ന് കോളേജിന് അവധിയൊന്നുമല്ല, പക്ഷെ വന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കോളേജ് ബസ്സില്ല നിങ്ങൾക്ക് നിങ്ങളെ തിയേറ്ററിൽ കൊണ്ടുപോകും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം. ഇവിടെ സാറേ വിടില്ലേ? ഉറപ്പല്ലേ? സാർ ഉറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഞാൻ കുറേ സ്ഥിരം പറയുന്നൊരു ഡയലോഗായിരുന്നു എനിക്ക് പറയാനുള്ള. അഭിലാഷ് ഏട്ടൻ പറഞ്ഞു എന്നുള്ളത്. ഞാൻ മാളികപ്പുറം സമയത്ത് എൻ്റെ പ്രൊമോഷൻസിൽ എൻ്റെ മെയിൻ ടാഗ് ലൈൻ അത് തന്നെയായിരുന്നു. പറയാനുള്ളതെല്ലാം അഭിലാഷേട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ സത്യമായിട്ടും സുമതിയോട് തുടങ്ങിയപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങാറുണ്ടായിരുന്നു. ദുഷ്ട ഒരു പോയിന്റ് പോലും നിങ്ങൾ എനിക്ക് ബാക്കി വെച്ചിട്ടില്ല സംസാരിക്കാനായിട്ട്. എനിവേ വെരി ഹാപ്പി ടു ബി ഹിയർ. അമ്മയുടെ നാട്ടിൽ വരാനും അമ്മയുടെ കോളേജിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ കരുതുന്നു. സുമതി വളവ് എന്ന് പറയുന്ന സിനിമ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ എനിക്കൊരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ അന്ന് 1-ാം തീയതി പോയി കാണുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരെയും കൂടി ഒന്ന് കൂട്ടുക. കാരണം അവർക്കും കൂടി വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. എൻ്റെ ഫസ്റ്റ് സിനിമ മാളികപ്പുറത്തിന് എനിക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വീട്ടമ്മമാരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഫാമിലി ടൈം ഈ സിനിമ ഡെലിവർ ചെയ്യും, അതിന് ഞാൻ ഗ്യാരണ്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു പക്ക ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തരുമ്പോൾ സിനിഫൈൽ ഓഡിയൻസിനെയും അഭിലാഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറന്നിട്ടില്ല, അവർക്കും വേണ്ടിയിട്ടുള്ള പരിപാടിയും പടത്തിലുണ്ട്. സോ ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു മിക്സറാണ് നമ്മുടെ സിനിമ. എല്ലാം ഉണ്ട്, അണ്ടിപ്പരിപ്പും മുന്തിരിയും കിസ്മിസും എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു കംപ്ലീറ്റ് പാക്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി എൻ്റർടൈനറാണ്. കൂടുതൽ ഞാൻ സംസാരിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ പെട്ടെന്ന് ചുരുക്കുകയാണ്. ഓക്കെ, നമ്മുടെ 3 പാട്ടുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ 3 പാട്ടുകളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ കഴിയും ഓരോ പല ലേയേഴ്സ് ആയിട്ടാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ഒരു പാട്ടും കൂടിയും നമുക്ക് ഉടനെ വരാനുണ്ട്. അത് പ്രേമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്. ശോകം വേണ്ട കേട്ടില്ല നിങ്ങൾ? ഇപ്പൊ തന്നെ ഇറക്കിയുള്ള എല്ലാ പരിപാടിയും ഒപ്പിക്കും. ശോകം വേണ്ട എന്നുള്ള പാട്ട് കേട്ടില്ലേ? അത് ആർക്കാന്ന് പറയണ്ടല്ലോ. നമ്മുടെ സിംഗിൾ പസംഗ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അത് ഡെഡിക്കേറ്റ് ചെയ്യണേ. സിംഗിൾ പസംഗ ഉണ്ടെങ്കിൽ ഒരു കൈഡി ആവണ്ടോ? കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലല്ലേ? ഭയങ്കര പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ ക്രൂവിൽ പലരും കല്യാണാലോചന തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സിംഗിൾ പസംഗ ഒന്നും പറയല്ലോ കേട്ടോ, കൈയടിക്കൊന്നും വേണ്ട. അവിടെ രാഹുലൊക്കെ ഇരിപ്പുണ്ട്, അനന്തയുടെ. ഞാൻ പറയാൻ വിട്ടു, എന്റെ ടീമും വന്നിട്ടുണ്ട് ഒപ്പം. അതുപോലെ തന്നെ റൈറ്റർ അസോസിയേറ്റും വന്നിട്ടുണ്ട്. ഞാൻ ഒരു നിമിഷം അവരെ ഒന്ന് വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അനന്തു വാടാ, ആരതി വാ. അപ്പൊ ആരതി അഭിലാഷന്റെ എന്താ പറയാ, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് തന്നെ വേണമെങ്കിൽ വിളിക്കാം. ഒരു ആരതി ഇപ്പൊ ഒരു 2 സിനിമയുടെ സംവിധായകയും കൂടിയാണ്. മോറോവർ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു റൈറ്ററായിട്ട് വന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഫിലിം മേക്കിംഗ് ലേഡീസിനിടയിൽ പാഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ട്രൂലി ഇൻസ്പിറേഷൻ ആയിരിക്കും ആരതി. അന്തു നീ പെട്ടോ, എനിക്ക് എന്നിട്ടാണ് നിന്നെ പറ്റി പറയാം. നീ വാ. ഇല്ല നീ വാ. അതെ, സിംഗിളാണ്. ചതയ നക്ഷത്രം, സോറി രേവതി നക്ഷത്രം, സോറിടാ. അനന്തന്റെ വേറെ പറയാം. നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവത്തിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു അനന്തു. ഒരുപാട് സ്കിറ്റൊക്കെ ചെയ്ത് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോ നീ നിൽക്കാണോ, ഇരിക്കണേ ഇരുന്നോ? നീ ക്രൂ ആണല്ലോ, ധരിച്ചെന്നിരുന്നോ അവിടെ? അനന്തു, നീ അവിടെ മോണിറ്ററിൽ കുറച്ച് കാര്യം ചെയ്യാനുണ്ടോ? നീ അവിടെ തന്നെ ഇരുന്നോ? ഇങ്ങോട്ടേക്ക് നീ എന്തായാലും വരുന്നില്ല മനസ്സിലായി. കുറെ പെണ്ണുങ്ങൾ നിന്റെ നമ്പർ ചോദിക്കുന്നുണ്ടെന്ന് ഇവിടെ കമന്റ് അടി കേൾക്കുന്നുണ്ട്.
ഓക്കെ, എനിവേ പറഞ്ഞ് അധികം ചളവാക്കുന്നില്ല. ബാലുചേട്ടനും ബോബുചേട്ടനും വരുന്നതുകൊണ്ടാണ് ഇത്രയും ചളി അടിച്ച് ഇവിടെ നിൽക്കുന്നത്. സോ August 1 നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്യാലോ അല്ലേ? എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അവധി പ്രഖ്യാപിച്ചു, സാർ അവധി പ്രഖ്യാപിച്ചു. August 1 അമൃതയുടെ അവധിയാണ് കേട്ടോ. അവധി എന്ന് വെച്ചാൽ രാവിലെ ഇവിടെ വരണം. അവധി കൊണ്ട് നിങ്ങൾ വേറെ വഴിക്ക് പോകാം, ഇവിടെ വന്ന് അറ്റൻഡൻസ്. അവധി നിങ്ങൾക്ക് പടം കാണാനാണ്, വേറെ. ഞാനിത് വേണ്ട അമ്മയെ കാണുന്നുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞ അനുവാദം വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കെ, നീയായിരുന്നു ആദ്യം സംസാരിക്കണ്ടേ? നാഷണൽ അവാർഡാണ്, എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാം കേട്ടോ. വെച്ചോട്ടെ, വെച്ചു വെച്ചു. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് അമൃതയുടെ ഇങ്ങനൊരു ഒരു കോളേജിലായാലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. August 1 സിനിമ റിലീസാകാൻ പോവാണ്. എല്ലാവരും കാണൂലേ? എന്തൊരു ആക്റ്റീവ് അല്ലാത്ത, കാണൂലേ? ചേച്ചി പറയുള്ളൂ. എന്തായാലും എല്ലാവരും പോയി കാണാം, സപ്പോർട്ട് ചെയ്യുക. മാളികപ്പുറത്തിന് നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അത് അഭിലാഷേട്ടൻ സംസാരിച്ചപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ മാളികപ്പുറം ടീമിൻ്റെ അടുത്ത സിനിമയായ സുമതി വളവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് ഈ പ്രേത പരിപാടിയൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ഈ സിനിമ ചെയ്യുമ്പോഴായാലും സ്വന്തം സിനിമയാണ്, എന്നിട്ടും എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു പേടിയാണ്, ടെൻഷനാ. ഈ August 1 ഞാൻ എങ്ങനെ സിനിമ കാണും? ഈ അത്ര പേടിയാ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോലും മര്യാദയ്ക്ക് ഇരുന്ന് പ്രേത സിനിമ കാണാറില്ല. ഇപ്പം August 1 കണ്ടു നോക്കണം. അതുപോലെ അഭിലാഷേട്ടൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ലീവ് തരുന്നു പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടോ ലീവ് കിട്ടുമെന്ന്? ഇല്ലേ? അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡത്തിനോട് എന്നെ പറയേണ്ടി വരുമോ? എവിടെ ആളിവിടെ ഉണ്ടോ? ആ മാഡം, August 1 നമ്മുടെ പടം റിലീസാണ്. അപ്പൊ ഇവിടുത്തെ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒന്ന് സിനിമ കാണാൻ അവസരം കൊടുക്കുക. അപ്പോ എല്ലാവരും രാവിലെ അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ സ്കൂളിൽ വരിക, കോളേജിൽ വരിക, അറ്റൻഡൻസ് കൊടുക്കുക. ഞാൻ കൂടുതൽ സ്കൂളിലാണ് പോയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അറ്റൻഡൻസ് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് തന്നെ ബസ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ബസ്സിൽ കയറി പോവുക, അടിച്ചു പൊളിക്കുക, സിനിമ കണ്ടിട്ട് തിരിച്ചു വരിക. എന്നിട്ട് ബാക്കി ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത ആർക്കാ കൊടുക്കണ്ട? നിങ്ങൾ തന്നെ പറഞ്ഞോ. വീണ്ടും എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഡാൻസ് ഞങ്ങൾ ഇന്നലെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു. അപ്പം ഞങ്ങൾ 5 പേരും കൂടെ, ഞാന്, മാളു, ജസ്നിയ, സിജ, ജൂഹി, ഇനി അവർ 2 പേരും കൂടി ഉണ്ട്, അവർക്ക് ഇന്ന് വരാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ 5 പേരും കൂടെ ഞങ്ങൾ ഇന്നലെ ഡാൻസ് ചെയ്തു. പക്ഷെ ഇന്ന് അവര് ട്രാക്ക് വെച്ചത് മാറിപ്പോയി. അതുകൊണ്ടാ അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പൊ ചെയ്ത ആ ഒരു ഹുക്ക് സ്റ്റെപ്പ് നിങ്ങളെല്ലാവരും ഡാൻസേഴ്സ് ഒക്കെ നിങ്ങളെല്ലാവരും എന്തായാലും റീല് ചെയ്യണം. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യും. സുമതി വളവിന് ടാഗ് ചെയ്യണം. ഓക്കെ, അപ്പോൾ August 1 ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു ഹൊറർ മാത്രമല്ല, ഇപ്പം ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, അതുപോലെ തന്നെ റൊമാൻസ്, നല്ല നല്ല സോങ്സ് ഉണ്ട്. ഇത് 90s സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ആ കാലത്തെ പ്രണയം, കോമഡി എല്ലാം തന്നെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് എൻ്റർടൈനർ തന്നെയായിരിക്കും. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പോയി കാണാം. ഞാനിതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അർജുൻ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടാണ്, പിന്നെ ബാലു ചേട്ടൻ്റെ പേരായിട്ടാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി ആർക്കാ കൊടുക്കണ്ടേ മൈക്ക്? എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ സോറി ചോദിക്കാട്ടോ, അഭിയൊക്കെ ചോദിച്ചു. എന്നാലും 2:30 മുതൽ വെയിറ്റ് ചെയ്തിരിക്കാന്ന് മാം പറഞ്ഞു. ഞങ്ങൾ രാവിലെ 10:30 പുറപ്പെട്ടതാണ്, പക്ഷെ ഇവിടെ എത്താൻ ഇത്രയും ലേറ്റായി. റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പോകാനുള്ള സമയം, പക്ഷെ ഇനി 2 പേരും കൂടെ വരാണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം സംസാരിക്കും. ഒന്ന് ക്ഷമിച്ചേക്കാട്ടോ, ഒന്ന് സഹിച്ചേക്കാം, അതായിരിക്കും പറയേണ്ടത്.
എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി കാര്യം മാം നോക്കുന്നു തോന്നുന്നു അല്ലേ മാം? എല്ലാ റെസ്പോൺസിബിലിറ്റിയും മാമിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. എല്ലാവരും പോയി പടം കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ. പടം കാണാം, നമ്മുടെ ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുക. പടം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു ഫാമിലി എൻ്റർടൈനർ ആണെന്ന് വീട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ട് പോയി ഒരുമിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹലോ ഓൾ. ജസ്നിയ ജയദീഷാണ്. ജയദീഷ്, അതെനിക്കിപ്പോ ശീലമായി. ഒന്നില്ലെങ്കിൽ ജസ്നിയ തെറ്റും അല്ലെങ്കിൽ ജയദീഷ് തെറ്റും. അപ്പോൾ ശീലമായി. ഇറ്റ്സ് ജസ്നിയ ജയദീഷ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 2 കാര്യത്തിന് സോറി, ഒന്ന് ലേറ്റ് ആയതിന്. പിന്നെ ഇപ്പം ഈ കളിച്ച ഡാൻസ് ഒരിക്കലും നിങ്ങൾക്കൊരു സർപ്രൈസ് അല്ലായിരുന്നു, എനിക്കറിയാം. സർപ്രൈസ് ആയിരുന്നു, ഞാൻ വിചാരിച്ചു ഷോക്കാണെന്ന്. ആക്ച്വലി ഇന്നലെ ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷന് എല്ലാവരും പെട്ടെന്ന് സൗണ്ട് പോർഷനൊക്കെ കട്ട് ചെയ്ത് വന്ന് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തൊരു സംഭവമായിരുന്നു. പക്ഷെ അവിടെ കളിച്ചപ്പോഴും അത്ര വലിയ നന്നായിട്ടൊന്നുമില്ല, എന്നാലും മാനേജ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പെട്ടെന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് സൈഡിൽ നിന്ന് വന്ന് കളിച്ച് ഒരു ഏരിയ, കുറച്ച് ഒരു 1 മിനിറ്റ് ഏരിയ ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ഹുക്ക് സ്റ്റെപ്പ് വരും പോവുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാം കൊളായി. സോറി ഫോർ ദാറ്റ്. ഇതൊരിക്കലും സർപ്രൈസ് അല്ലായിരുന്നു. ആൻഡ് കമ്മിങ് ടു സുമതി വളവ്, ഞാനിതിൽ ഒരു ബിഗിനറാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ ഇങ്ങനൊരു വലിയ ക്രൂവിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു അവസരമാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും വളരെ സന്തോഷം. ആൻഡ് യൂഷ്വലി കോളേജ് പ്രൊമോഷൻസിന് അഭിലാഷേട്ടനും വിഷ്ണുചേട്ടനും എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് ടിക്കറ്റ് തരാം, ലീവ് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഇത്ര ആവേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യും എന്നാരും പറയാം, ചിരിച്ചിട്ട് ഇങ്ങനെ മെല്ലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒഴിവാക്കാറേ ഉള്ളൂ. പക്ഷെ സാറ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് 1-ന് സുമതി വളവ് ഫാമിലി ആയിട്ട് പോയിട്ട് കാണുക തിയേറ്ററിൽ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന എല്ലാ എലിമെൻസും ഉള്ളൊരു മൂവിയാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാളവിക മനോജ്. ഞാൻ തമിഴ് തെലുഗു ഒക്കെയാണ് കൂടുതൽ ചെയ്തത്. തമിഴിൽ ജോ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു, അതാണ് കൂടുതൽ പേർക്ക് അറിയുന്നത്. അപ്പോൾ ഞാൻ അഭിയേട്ടൻ്റെ കൂടെ ആനന്ദ് ശ്രീബാലയിൽ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, അർജുൻ ചേട്ടൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സുമതിയിലേക്ക് വന്നത്. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തൊരു പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല ഈ പടം കണ്ടു കഴിഞ്ഞാൽ. ബിക്കോസ് നിങ്ങളുടെ ഹോപ്പൊന്നും വെക്കണ്ട, അങ്ങനെ ലൈക്ക് ബ്ലാങ്ക് ആയി പോയി കാണുക. നിങ്ങൾക്ക് യു വിൽ ലവ് ദ ഫിലിം. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ പ്ലീസ് സപ്പോർട്ട് അസ്. താങ്ക് യു. ഹായ്, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. ഇത്രയും നല്ല ക്യാമ്പസിൽ വന്ന് ഞങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഇതിനകത്ത് അർജുൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ 3 പാട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് പാട്ട് എല്ലാവർക്കും ഇതുപോലെ സ്റ്റെപ്പുകൾ ചെയ്ത് ഈസി സ്റ്റെപ്സ് ആണ്, പക്ഷെ എന്നാലും ഞങ്ങളോട് തെറ്റിച്ച് അത് നോക്കണ്ട. പക്ഷെ എല്ലാവരും റീല് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഞങ്ങളെ ടാഗ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം എല്ലാവരും പടം പോയി കാണാം. മെയിനായിട്ട് ഓഗസ്റ്റ് 1-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഹൊറർ എലമെന്റ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്. എല്ലാവർക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കാണാൻ പറ്റിയൊരു സിനിമയായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഡാൻസ് കളിച്ച അഭിരാമി, ദേവിപ്രിയ, സാന്ദ്ര അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. നിനക്ക് ഈ ഇരിക്കുന്നവരുടെ പേര് മര്യാദ അറിയില്ല. അഭിലാഷയുടെ ശിവ ചേച്ചി, മാളവിക, ശ്രീപദ്, എല്ലാവരും ഗോപിക, ജസ്നിയ, കണ്ടില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ റിയലി സോറി, ലേറ്റ് ആയതിൽ. ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടുപോയതാണ്. 4-4 മണിക്കൂർ എടുത്ത് ഇവിടെ വരാൻ. സോറി ഫസ്റ്റ് ഓഫ് ഓൾ. കാര്യങ്ങളെല്ലാം ഇവരെല്ലാം പറഞ്ഞു കാണുമല്ലോ, അഭിലാഷ ആവശ്യത്തിന് തള്ളി കാണുമല്ലോ. നിങ്ങൾ 7 മണിക്ക് പുറപ്പെട്ടതല്ലേ ഇന്നലെയോ? അത് വേറെ 7 മണിക്ക് പുറപ്പെട്ട ആൾക്കാർ അത് വേറെ, അത് ബാലുവിൻ്റെ കൂടെ വേറൊരു പ്രോഗ്രാമിന് പോയതാ. എനിവേ, ഞങ്ങളുടെ സിനിമ റിലീസാവാൻ പോവാണ് ഓഗസ്റ്റ് 1-ാം തീയതി. ഞാനും സുമതി വളവിൻ്റെ ഒരു ഭാഗഭാഗമാണ്. ഞാനും അതിലൊരു മെയിനല്ല ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ 1-ാം തീയതി ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ അതിൽ ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. SI ബെഞ്ചമിൻ. ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പടം എല്ലാവരും കാണുക. തിയേറ്ററിൽ 1-ാം തീയതി വരും. ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹലോ, സോറി കേട്ടോ, സോറി ഇത്തിരി ലേറ്റ് ആയി പോയി. നല്ല ബ്ലോക്ക് കിട്ടി ഞങ്ങൾക്ക് 2 പേർക്കും.
എന്നറിയില്ല, എനിക്ക് മാത്രമാണ്. അപ്പോൾ ഇത് തന്നെ പറഞ്ഞത്, പടം 1-ാം തീയതി റിലീസാവാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നമ്മൾ പല രീതിയിലുള്ള ഹൊറർ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും എല്ലാത്തിലും നമ്മൾ ഭയങ്കര രസമുള്ള ഇംഗ്ലീഷ് പടങ്ങളും കോൺജറിങ്ങും ഇറ്റ് അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു യക്ഷിയുടെ അടുത്ത് നമുക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മലയാളികൾക്ക്. അപ്പോൾ ആ ഇഷ്ടം നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കണ്ടാലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ പടം 1-ാം തീയതി റിലീസാണ്, ഡെഫിനറ്റ്ലി പോയി കാണാം. താങ്ക് യു. 1-ാം തീയതി അവധി കൊടുക്കാന്ന് പറയുന്നുണ്ട്. സീരിയസ്ലി ചോദിച്ചു നോക്ക്. 1-ാം തീയതി ഇവിടെ അവധിയാ? ഇവിടെ അതെ. ഓക്കെ ഓക്കെ. ഈ സുമതി വളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറെ സസ്പീഷ്യസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ സാറിന് ഇങ്ങനെ ലൈക്ക് ഇപ്പൊ ഒരു ഈ ഒരു അതായത് സുമതി വളവിന്റെ ഒരു എന്താ പറയാ, പണ്ടത്തെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ഒരു അതായത് ഒരു യങ് ലേഡി അവിടെ അതായത് മർഡേഡ് ആയെന്നാണ് പറയുന്നത്. അപ്പൊ സാറിന് അങ്ങനെയുള്ള പാരനോർമൽ ആയിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? തുടങ്ങിയിട്ട് അവസാനം പാരനോർമൽ എങ്ങനെ എത്തിച്ചു? ഇന്റർനെറ്റ് ചോദിച്ചത് എനിക്ക് വട്ടുണ്ടോ? ഫ്രഷ് ചോദ്യമാണ്. ഇന്നലെ ഞങ്ങൾ ഏകദേശം 15ഓളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 15 ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേത അനുഭവം ഉണ്ടോ? അത് നീ കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് അമൃതയെ പഠിച്ചോണ്ട് ഇംഗ്ലീഷ് ചോദിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ ചോദ്യം ഇതാണ്, പ്രേതാനുഭവം ഉണ്ടോ? അത് തന്നെയല്ലേ? അങ്ങനെയല്ല, എനിക്ക് 55 ദിവസം യക്ഷികളോട് ഷൂട്ടിന് പോയിട്ടുള്ള അനുഭവം ഉള്ളത് ഇതുങ്ങളോടൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഉള്ളതാണ്. കാരണം മിക്ക ദിവസവും രാത്രിയിൽ ഈ പറയുന്ന പോലെ ഇതുങ്ങളെയൊക്കെയാണല്ലോ അവിടെ കാണുന്നത്, യക്ഷിപ്പടം ചെയ്യുന്നു. ഇടയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവര് പെർഫെക്ഷൻ ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാണത് ആൾക്കത്. അല്ല, എനിക്ക് മാളിപ്പുറം ചെയ്യുമ്പോ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം, എവിടെ നോക്കിയാലും സ്വാമിമാരും ഈ കാവിരി പിള്ളേരും ഇപ്പോഴാണ് എന്റെ മനസ്സ് ധന്യമായെന്ന് പറഞ്ഞിട്ടുണ്ട് സുമതി. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ പേഴ്സണൽ അനുഭവം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ യക്ഷിയുടെ മുന്നിൽ വന്നിട്ട് വെള്ള സാരി എടുത്ത് നിന്നിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നെഗറ്റീവ് വൈബ്സ് ഒക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. അത് ചെന്നൈയിലൊരു ഹോട്ടലിൽ താമസിച്ച സമയത്ത് ഒരു ചെറിയൊരു വൈബ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അന്ന് പിന്നീട് ഞാൻ റിസപ്ഷനിൽ പോയി ചോദിച്ചാൽ പറഞ്ഞു ഞാൻ താമസിച്ച റൂമിൽ ഒരു സൂയിസൈഡ് നടന്നിട്ടുണ്ടൊക്കെ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് മേ ബി അത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാവാം. ഈ സുമതിയോളം ഞങ്ങൾ പോയിട്ടുണ്ട് രാത്രി 12 മണിക്ക്. ഞാൻ, വിഷ്ണു, അർജുൻ ഞങ്ങൾ എല്ലാവരും രാത്രി 12 മണിക്ക് പോയിട്ടുണ്ട്. 2 തവണ പോയി. രണ്ടാമത്തെ തവണ പോയപ്പോൾ അവിടെ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന പ്രശ്നമൊന്നും ഫീൽ ചെയ്യില്ല. ആദ്യത്തവണ പോയപ്പം സുമതിയെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു ജോഗ്രഫിക്കലി അവിടെ ഒരു രസമുള്ള സ്ഥലമാണ്. നമ്മുടെ മനസ്സിലത് സുമതിയോളമാണെന്നും ഇവിടെ പലരും സുമതിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞ് ചെല്ലുന്നതുകൊണ്ട് അവിടെ ഒരു ഇല അണിങ്ങിയാൽ പോലും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ഇത് സുമതിയാണോന്ന് ഫീൽ ചെയ്യും. അത്രേ ഉള്ളൂ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ വണ്ടികൾ തന്നെ നിൽക്കും, പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ലെന്നൊക്കെ പറയും. ഇതിന്റെ ബേസിക് റീസൺ എനിക്ക് തോന്നിയത് സയന്റിഫിക്കലി ഈ പണ്ടത്തെ വണ്ടികൾ എന്ന് പറയുന്നത് അറിയാം, ഗിയർ വണ്ടികളാണ്. ഓക്കെ, ഈ വണ്ടി ഓടിച്ചോളുന്ന ഡ്രൈവറുടെ മനസ്സിൽ ഇവിടെ സുമതിയോളം വന്നും ഇത് എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് ചെറിയൊരു കയറ്റം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ആവാതെ ഇരിക്കുകയും പേടിച്ചിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി ഇടിച്ച് നിൽക്കുകയും ചെയ്യും. ഇന്ന് ഓട്ടോമാറ്റിക് വണ്ടികൾ വന്നതിന് ശേഷം സുമതിക്ക് ഇതുവരെ വണ്ടി ഓഫാക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരു പ്രത്യേക തരം യക്ഷിയുടെ ഒരു കഥയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതൊക്കെ ആളുകളുടെ ഭാവനയാണ് ഈ പറയുന്നതൊക്കെ. പക്ഷെ ഇത് ഞങ്ങൾ സിനിമാക്കാരത് ചെയ്യുമ്പോൾ സിനിമയിൽ ഞങ്ങൾക്ക് അത് സിനിമാറ്റിക്കലി കാണിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ യക്ഷിക്ക് അല്ല, യക്ഷി ഉണ്ടോ, യക്ഷിയൊക്കെ ഉണ്ട്, ചുമ്മാ ഇരിക്കുന്നത് വിഷയത്തിൽ നിന്ന് മാറാതെ. അപ്പം ഈ സുമതിയുള്ള പല കഥകളും ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് പേടി കൊണ്ട് നമ്മൾ ഭയം വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ കാണുന്നത്. നമുക്ക് ഭയം ഉള്ളിൽ നിൽക്കുമ്പോൾ നോക്കുവാണെങ്കിൽ ശിവദാര യക്ഷിയാന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അല്ല, സീരിയസ്ലി ഞാൻ പറഞ്ഞ വെറുതെ പറഞ്ഞല്ല. ഒരു ഇത്രയും പേര് വിളിക്കുന്നുണ്ട്. എന്റെ അല്ല, അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ പറയാണ്. എൻ്റെ അടുത്ത് കയറുന്നതിന് മുമ്പേ പറയുവാണ് ഈ വീട്ടില് പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കാറുണ്ടെന്നും അവിടെ ഇതുപോലെ ഒരു യക്ഷി ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ അവിടെ കയറ്റി വിട്ടാൽ ഞാൻ കയറി 10 മിനിറ്റ് ഞാൻ ബോധം കിട്ടി വീഴും. കാരണം ഞാൻ നോക്കുന്ന എല്ലായിടത്തും ഞാൻ ഈ സാധനത്തെ കാണും. എന്നാൽ ഇതൊന്നും അറിയാതെ എത്രയോ പേര് ഇതുപോലെ കേട്ടിട്ടുള്ള എത്രയോ സ്ഥലങ്ങളിൽ പോയി താമസിക്കാറുണ്ട്. അപ്പം അത് നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ്. ആ ഭയത്തെയാണ് ഞങ്ങൾ സിനിമാറ്റിക്കലി സ്ക്രീനിലേക്ക് കൊടുക്കുന്നത്. ഒരാളെ എങ്ങനെ ഭയപ്പെടുത്താം, അല്ലെങ്കിൽ ഈ ഭയപ്പെടുത്താന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല, വലിയ കഷ്ടപ്പാടാണ് ചിരിപ്പിക്കാനും പേടിപ്പിക്കാനും. അപ്പം അങ്ങനെ ഈ പടത്തിൽ ഒരു പരിധി വരെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിനുള്ള. അപ്പം അത് ഓഗസ്റ്റ് 1-ാം തീയതി തിയേറ്ററിൽ തന്നെ കാണുക. പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ് ലൈറ്റ് നിങ്ങളൊക്കെ ഇരിക്കാൻ ധൈര്യത്തിൽ പറഞ്ഞാണ്.
രാത്രി ലൈറ്റ് ഇട്ടിടന്ന് ഉറങ്ങുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അത്ര ധൈര്യമൊന്നും ആ കാര്യത്തിലില്ല. ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ. ദൈവമുണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനപ്പുറത്തൊരു നെഗറ്റീവ് എനർജിയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ശാന്തിപുട്ടാണ് സാറിന് ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒത്തിരി ഏറെ സിനിമകൾ ചെയ്തിരുന്നു. ഐ തിങ്ക് 57th മൂവിയാണ് തോന്നുന്നു. ഈ കഥാപാത്രം ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഒത്തിരി കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഈ കഥാപാത്രമല്ല, എനിക്ക് ഈ സിനിമയാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. കാര്യം നമ്മള് ഒരുപാട് കാലമായി മലയാളികൾക്ക് ഒരു യക്ഷിപ്പടമൊക്കെ കണ്ടിട്ട് ഭയങ്കര നമ്മളൊരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ. 90s നമ്മുടെ സിനിമ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ, ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ നമ്മൾക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഒരു പഴയ യക്ഷിനെ പുതിയതായിട്ട് കാണാൻ പറ്റിയ രീതിയിൽ ചെയ്തേക്കുന്ന സിനിമയാണ്. വിഷ്ണു, അഭിലാഷ് പ്രഭു ഇവരെല്ലാവരും നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ക്യാമറമാൻ, നമ്മുടെ രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെയൊക്കെ ക്യാമറമാനാണ് നമുക്ക് വർക്ക് ചെയ്തേക്കുന്നത്. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ടീമും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പണിയാണ് ഇങ്ങനത്തെ ഒരു സിനിമ. പെട്ടെന്ന് എളുപ്പം പറയുമ്പോൾ പഴയൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകാമെന്ന്, പക്ഷെ അതിനകത്ത് വരുന്ന ആർട്ടിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും വർക്ക് അത്രയും ഇരട്ടിയാണ്. പക്ഷെ അത്ര രസമായിട്ട് ആ പഴയൊരു കാലഘട്ടത്തിലെ സിനിമ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. സോ അത് തന്നെയാണ്. റൈറ്റേഴ്സ് ആരെങ്കിലുണ്ടോ? ഭാഗ്യം, കോമ്പറ്റീഷൻ ഇല്ല, ഒരു കുഴപ്പമില്ല. ഡയറക്ടേഴ്സ് ഒക്കെ ആവാട്ടോ. അല്ല, ലൈക്ക് ഇവിടെ തന്നെ അമൃതയുടെ തന്നെ ക്ലബിനകത്ത് ഡയറക്ടിങ്ങിന് തന്നെ ഇതുണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ കുറെ പേര് ആക്ടിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഫോർ മീ ഓൾസോ, ലൈക്ക് എല്ലാവർക്കും ഇവിടെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പീസ് ഓഫ് അഡ്വൈസ് പറയാം. ആരൊക്കെ സ്വപ്നം കാണാറുണ്ട് ഭാവിയിൽ എന്താവണമെന്നുള്ളത്? ശരി, നമ്മൾ സ്വപ്നം കാണാൻ മാത്രമുള്ളതല്ല, നമുക്കത് നേടാൻ കഴിയും. അപ്പോൾ അത് നേടാനായിട്ടുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളൊരു ദിവസം എന്ത് ഭക്ഷണം കഴിക്കണം എന്നതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആരാവണം എന്ന് നമുക്കൊരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ആ ഒരു ചിന്ത അതിനും കൂടി ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയും. കിട്ടിയോ? കുറച്ച് ഇൻട്രലക്ച്വൽ കൂടി പോയി നോക്കും. പക്ഷേ ഒരു ഫ്യൂച്ചർ ഫിലിം മേക്കേഴ്സ് ഈ കൂട്ടത്തിലുണ്ട്. നാളെ നിങ്ങളുടെ വേദിയാണ് ഇത്. ഇതുപോലെ ഒരുപാട് വേദികൾ കയറേണ്ടി വരും. ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ ഇതുപോലെ ഒരുപാട് വേദികൾ കയറിയിട്ടില്ല. അതും നിങ്ങൾ ഓവർകം ചെയ്യണം. കാരണം സ്റ്റേജ് ഫ്രൈറ്റൻസ് ഒക്കെ മാറ്റി വെച്ചേ പറ്റും, ഇതിൽ കയറേണ്ടി വരും മക്കളെ. ഓക്കെ, അതാണ് എൻ്റെ പീസ് ഓഫ് അഡ്വൈസ്. സ്വപ്നം കാണാനുള്ളതല്ല, നിങ്ങൾക്ക് നേടാൻ കഴിയും. അതിനുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് തൊട്ട് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ എത്താം എന്നുള്ളത് ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അല്ല, അത് തന്നെയാണ്. കാരണം നമ്മൾ എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. കാരണം ഞാൻ ചെറുപ്പം മുതലേ സിനിമ നമുക്ക് വളരെ ഇഷ്ടമാണെങ്കിലും ജീവിത സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചതൊക്കെ മറ്റൊരു കോഴ്സും കാര്യങ്ങളുമാണ്. പിന്നീട് ആ കോഴ്സ് കഴിഞ്ഞ ശേഷം ജോലിക്ക് കയറുന്നു. അപ്പോഴും സിനിമ മോഹം ഉള്ളിലുണ്ട്. ജോലിക്ക് കയറി കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ആ ആഗ്രഹം എൻ്റെ അച്ഛനോട് പറയുന്നത്. അന്ന് അച്ഛൻ പറഞ്ഞ അതേ ഉപദേശമാണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞത്. സ്വപ്നം നിനക്ക് ആഗ്രഹം അതാണെങ്കിൽ നീ ജോലി രാജിവെച്ചിട്ട് ധൈര്യമായിട്ട് അതിൻ്റെ പുറകെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി 10 വർഷം സിനിമയ്ക്ക് വേണ്ടി നടന്നതിന് ശേഷമാണ് എൻ്റെ ആദ്യ സിനിമ സംഭവിക്കുന്നത് 2022. അപ്പോൾ ആ 10 വർഷത്തിനിടയിൽ പല തവണയും ആ സ്വപ്നം ഉപേക്ഷിച്ച് വേറെ ജോലിയിലേക്ക് പോകേണ്ട അവസരങ്ങൾ വന്നിട്ട് പോലും ആ സ്വപ്നം കളയാതെ ആ പാഷൻ്റെ പുറകെ പോയി. അന്ന് അത് കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്വപ്നം ഉള്ളിലുള്ളതുകൊണ്ടാണ് അത് നടന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കൂട്ടത്തിൽ ഡയറക്ടർ ആവാനോ റൈറ്റർ ആവാനോ അഭിനയിക്കാൻ ആഗ്രഹമുള്ളത് എന്താണെങ്കിലും അതിനുവേണ്ടി കീപ് ട്രൈങ്. ഉറപ്പായിട്ടും ഞങ്ങൾക്കൊക്കെ അത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അത് ഒരിക്കലും ഒരു വലിയ അത് ഹാർഡ് വർക്ക് ചെയ്ത് നേടേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒരിക്കലും നടക്കാത്ത കാര്യമല്ല, ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈസി ഇൻ ദ സെൻസ് നാളെ രാവിലെ ആവുമെന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്താൽ കിട്ടും. ഇതിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നിനക്ക് എന്തൊക്കെയാണ് നീ ലോകത്തില്ലാത്ത കോഴ്സ് മൊത്തം അവള് പഠിച്ചിട്ടുണ്ട് ഇവിടെ. അവിടുത്തെ ഇനി ഒന്നും ബാക്കിയില്ലെന്ന് പറഞ്ഞു. അപ്പം നോക്കാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി, ഞാൻ പറയാം. Happy moment. How many of you do not follow English? All of you follow English. All right. How many of you do not follow Malayalam? Oh, that's it. All right. പറയാൻ കാരണം I am pretty old.
ഒരു 20 വർഷമായി ഞാൻ സിനിമ കണ്ടിട്ട്. അല്ല, തീർന്നില്ല. അവസാനം കണ്ടത് കുട്ടേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്, 20 മുകളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാളികപ്പുറം സിനിമ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികൾ മുഴുവൻ കൂടെ ആവശ്യപ്പെട്ടു. അതെ, എന്നോട് ആവശ്യപ്പെടാൻ കാരണം എൻ്റെ ഭാര്യയാണ് അവിടുത്തെ ചീഫ് വാർഡൻ. അങ്ങനെ കരുനാഗപ്പള്ളിയിലെ ഒരു തിയേറ്റർ ബുക്ക് ചെയ്തു, 3 ഷോ. ഒരു തിയേറ്റർ കംപ്ലീറ്റ് ബുക്ക് ചെയ്തു, 3 ഷോയും. 3 ഷോയ്ക്കും എഞ്ചിനീയറിംഗ് കോളേജ്, ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികളെയും കൂട്ടി തിയേറ്ററിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹൗസ്ഫുള്ളാണ്. ഈ 3 ഷോയ്ക്കും നിറച്ച് കുട്ടികളുണ്ട്. ഭാര്യ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ പോവുകയാണ്. എനിക്കാണെങ്കിൽ ഈ പെൺകുട്ടികളെ അവിടെ ഇട്ടിട്ട് പോരാനൊരു പേടിയും. കാരണം ഒരു ഉത്തരവാദിത്തമായിട്ട് പോയതല്ലേ. അപ്പോൾ തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, സാറിനുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരാം. ടിക്കറ്റിൻ്റെ അല്ല, കുട്ടികൾ അവിടെ ഉള്ളത് കൊണ്ട് ഈ 3 ഷോയിലും ഞാൻ കയറി മാളികപ്പുറം 3 പ്രാവശ്യം കണ്ടു. ഓർത്തു, നല്ലൊരു സിനിമ. 20 വർഷം, 20 അതിനപ്പുറത്തോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന സിനിമയാണ് മാളികപ്പുറം. ഞാൻ വന്ന് ഭാര്യയോട് കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിവേ, ഞാൻ പറയാൻ കാരണം ആ ടീമിൻ്റെ ഒരു പുതിയ സിനിമയാണ് ഇവിടെ വരുന്നതെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലേഡീസ് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് ഞാനൊരു അഷുറൻസ് വേണമെങ്കിൽ തരാം. സാറിന്റെ ഭാര്യ ഇപ്പോഴും അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എനിക്ക് ആ മാഡത്തെ ഒന്ന് കാണണമായിരുന്നു. 3 ഷോ എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല കേട്ടോ. കാരണം ദാറ്റ് ഈസ് വാട്ട് അമൃത ഈസ്. പിന്നെ ഒരു ഷോക്ക് വേറൊരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. കുറെ കുട്ടികൾ വന്നു. ബാഹുബലി, ആന്ധ്ര കുട്ടികളൊക്കെ കൂടെ ബാഹുബലിക്കും കൊണ്ടുപോയി. ഞാൻ കയറിയില്ല. എനിവേ, നോക്കട്ടെ. ഹോസ്റ്റലേഴ്സ് ഞങ്ങളുടെ വണ്ടി പിടിച്ച കോളേജിൻ്റെ തന്നെ വണ്ടിയിൽ ജ്യോതി മാഡം ഉണ്ട്, നിതീഷ് ഉണ്ട്, പ്രിൻസിപ്പൽസ്, അസോസിയേറ്റ് ഡീൻ. നോക്കാം, ഹോസ്റ്റലേഴ്സിനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. അന്ന് എല്ലാ പെൺകുട്ടികളെയും ശബരിമല കാണിച്ചു, ഇത്തവണ നമ്മൾ സുമതിയോട് കാണിച്ചു. അല്ല, തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ്. കാരണം 20 വർഷത്തിന് ശേഷം തിയേറ്ററിൽ പോയി സാറ് മാളികപ്പുറമാണ് കണ്ടത് കേൾക്കുമ്പോൾ എനിക്കും വിഷ്ണുവിനെ സംബന്ധിച്ച് അടുത്ത ഐറ്റം ഇവനും സംബന്ധിച്ച് അത് വലിയ ഈ പയ്യനാ സാർ കുട്ടീനെ കൊണ്ട്. അത് തന്നെ വെറുതെ എന്നാ പെൺകുട്ടീനെ കൊണ്ട് ശബരിമലയ്ക്ക് പോയി ഇവനാ കൊണ്ടുപോയതല്ലേ. ഇപ്പൊ വീണ്ടും ശ്രമിക്കുന്നുണ്ട് സാറേ. അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഏതൊക്കെയോ പെൺകുട്ടികളോട് സംസാരിക്കുന്നുണ്ട് വീണ്ടും ശബരിമലയ്ക്ക് പോകാൻ. ഓക്കെ ഓക്കെ, റൈറ്റ്. ഞാൻ അല്പം എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോയതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് ഹൈ ടൈം ഫോർ മീ. ഓക്കെ, താങ്ക് യു സാറേ. ഹോസ്റ്റലിലെ പെൺകുട്ടികളോട് എന്നെ അന്വേഷണം എന്ന് പറയണേ. അന്നോക്കെ ചേച്ചിമാരുണ്ട്. ദിര 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 ദിര
Sagamabara